നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും. ദാ നോക്കിയേ, ഒരുപാട് ആപ്പുകൾ നമ്മൾ അറിയാത്തതും നമ്മൾ അറിയുന്നതും നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്തതും. ചിലപ്പോൾ നമ്മുടെ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിനകത്ത് ഒരുപാട് ആപ്പുകളൊക്കെ കാണും. ചില ഫോണുകൾക്ക് വില കുറയുന്നത് തന്നെ അത്തരം ആപ്പുകൾ, അതായത് ആ ഒരു ആപ്പിൻ്റെ കമ്പനിയുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് മുഖാന്തരമാണ് ഇത്തരം ആപ്പുകളൊക്കെ കുത്തി നിറക്കുന്നത്. അതാണ് ചില മൊബൈൽ ഫോണിനൊക്കെ വില കുറയുന്നത്. അപ്പോൾ ഇത്തരം ആപ്പുകൾ ഇതെല്ലാം നമുക്ക് കുറേ അറിയാത്തതും അറിയുന്നതും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും ഇൻസ്റ്റാൾ ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കി ഒഴിവാക്കാൻ സാധിക്കുന്ന ചെറിയൊരു ട്രിക്ക് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുണ്ട്. ഞാനത് കാണിച്ചു തരാം. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ട്രിക്കാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓവർ വ്യൂ എന്നും മാനേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മാനേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്ന് കാണുന്ന ഭാഗത്ത് ഒരു 3 ലൈൻ ഉണ്ടാകും. നമ്മൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ലിസ്റ്റ് കാണും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലീസ്റ്റ് യൂസ്ഡ് എന്നുള്ള ഒരു ഭാഗം ഇവിടെ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ആപ്പുകളുടെ ലിസ്റ്റ് വന്ന് കാണാൻ സാധിക്കും. നിങ്ങളിത് നോക്കുക. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഉപയോഗിക്കാത്ത ആപ്പുകളാണ്. നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാകും, പക്ഷേ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലുമില്ല. അത്തരം ആപ്പുകൾ വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് കണ്ടെത്താനും, ആ ഒരു ആപ്പ് വേണ്ടാത്ത ആപ്പാണെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ വേണ്ടാത്ത ആപ്പുകളൊക്കെ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് കൊടുത്ത് ഏറ്റവും മുകളിൽ നമുക്ക് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഇത് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പുകളാണെന്ന് അറിയില്ലെങ്കിൽ ഇത്തരത്തിൽ വന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുകയും അത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് കൂടെ പറഞ്ഞുതരാം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ആപ്പ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ആപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിലവിൽ എൻ്റെ ഫോണിൽ ആപ്പുകളൊന്നും കാണുന്നില്ല. നിങ്ങളുടെ ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിനകത്ത് കുറേ ആപ്പുകൾ കാണും. ഇത് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ, നിങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ആപ്പുകൾ ഇവിടെ കാണും. ഇതെങ്ങനെയാണ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ നമുക്ക് 6 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ നിങ്ങളുടെ എല്ലാ പെർമിഷൻസും ഡിലീറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ അത്തരം ആപ്പുകൾ ഒരു പെർമിഷനും കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ 6 മാസത്തോളം ഉപയോഗിക്കാത്ത ആപ്പായിരിക്കും. അത്തരം ആപ്പുകൾ ഈ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ വെച്ച് അതിന് അവസാനം ഡിലീറ്റ് ബട്ടൺ ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് അത്തരം ആപ്പുകളൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഫോണിൽ നിങ്ങളറിയാതെയോ നിങ്ങൾ അറിഞ്ഞോ കിടക്കുന്ന ഇത്തരം ആപ്പുകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം നമ്മുടെ ഫോണിനകത്ത് ആപ്പുകൾ വെറുതെ കിടന്നാൽ നമ്മുടെ ഫോണിൻ്റെ റാം ഉപയോഗിക്കുകയും മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.